ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തോരനാണ്. നാടൻ തോരനാണ്. ചേമ്പിൻ തണ്ട് വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത്. ഒട്ടും കൊഴിഞ്ഞു പോകാതെയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഇതിനായിട്ട് ഞാൻ കുറച്ച് ചേമ്പിൻ്റെ തണ്ട് എടുത്തിട്ടുണ്ട്. വലിയ ചേമ്പിൻ്റെ തണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പുറമേയുള്ള ഈ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇത് ഞാൻ നല്ലപോലെ കഴുകിയെടുത്തതാണ് കേട്ടോ. ഇതെല്ലാം തൊലിയും കളഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ അതിലിരുന്നാലും കുഴപ്പമില്ല. ഇതധികം മൂക്കാത്ത തണ്ടാണ്, അതുകൊണ്ടാണ് ഫുള്ള് കളയാൻ. ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കണം. എല്ലാം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ടി കുറച്ച് നമുക്കിത് അരിഞ്ഞെടുക്കാം. വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് ചെയ്യണേ. ചേമ്പിൻ്റെ തണ്ടെല്ലാം ഞാൻ കട്ടി കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഈ തോരനിൽ എത്രയാണോ ഉപ്പ് ചേർക്കുന്നത് അതിനേക്കാൾ ഒരു നുള്ളു കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് കൈ വെച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ആ ഉപ്പൊക്കെ എല്ലാ സ്ഥലത്തും ആയി കിട്ടട്ടെ. എല്ലാം നല്ലപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനിയൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റിനായിട്ട് മാറ്റി വെക്കണം. ഇതിലേക്ക് ഞാനൊരു അരപ്പ് തയ്യാറാക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനൊരു മുറിയുടെ പകുതി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ചേർത്തിട്ടുണ്ട്. ഒരു 3-4 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സിയിൽ വെച്ച് ഒന്ന് കറക്കിയെടുത്താൽ മതി. വെള്ളം ഒട്ടും ചേർക്കണ്ട. ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇത് പിഴിഞ്ഞെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ പിഴിഞ്ഞെടുക്കുന്ന അതിലെ വെള്ളമൊക്കെ പിഴിഞ്ഞ് മാറ്റി കൊടുക്കാം. ഇതുപോലെ തയ്യാറാക്കിയാൽ തോരൻ ഒട്ടും കുഴഞ്ഞു പോകില്ല കേട്ടോ. ഇതെല്ലാം ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് കൈ വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് എത്തുന്ന മാതിരി ഒന്ന് കുഴച്ച് കൊടുക്കാം. ഇത് അടുപ്പിൽ വെച്ചിട്ട് ചെയ്താലും മതി. പക്ഷേ ഇത് ഇങ്ങനെ ആകുമ്പോൾ എല്ലായിടത്തും ആ അരപ്പ് എത്തിക്കോളും. തോരന് കുഴഞ്ഞു പോകാതെ ഇരുന്നോളും. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 സ്പൂൺ കടുക്, അത് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില, 2 ഉണക്കമുളക്. ഇനി ഇതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ആ എണ്ണയൊക്കെ എല്ലായിടത്തും ഒന്ന് എത്തട്ടെ. ഇത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊക്കെ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണേ. അടിയിൽ പിടിച്ചോന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ നമുക്കിത് മൂടി വയ്ക്കാം. നമ്മുടെ തോരനൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തീ ഓഫാക്കി ഇത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഒട്ടും കട്ട പിടിച്ചിട്ടില്ല കേട്ടോ. നല്ലൊരു ടേസ്റ്റി തോരന. ഒരു പ്രാവശ്യം ഇതുപോലെ തയ്യാറാക്കി നോക്കണേ.